രഞ്ജി ട്രോഫിയിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ട് കേരളം ഫൈനലിനിറങ്ങാൻ പോവുകയാണ്. കരുത്തരായ വിദർഭയെ നേരിടാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഠിന പരിശീലനത്തിലായിരുന്നു കേരള ടീം. രാവിലെ 9:30 മത്സരം തുടങ്ങുക. സെമി ഫൈനലിൽ നിന്ന് 1-2 മാറ്റങ്ങളോടെയാകും കേരളം കലാശപ്പോരിനിറങ്ങുക എന്നാണ് വിവരങ്ങൾ. നാഗ്പൂരിൽ നിന്ന് മഹേഷ് പോലൂർ തത്സമയം ചേരുന്നു. മഹേഷ്, ഹോട്ടലിൽ നിന്ന് താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് തിരിക്കുകയാണോ? ഇന്നിപ്പോൾ ഫൈനലിൽ ഇറങ്ങുന്നു നമ്മുടെ കേരളത്തിലെ ചുണക്കുട്ടികൾ. ശക്തരായ വിദർഭ തന്നെയാണ് എതിരാളികൾ. അതുകൊണ്ട് തന്നെ ഫൈനലിൽ നമുക്ക് അനുകൂലമായ മറ്റെന്തൊക്കെ ഘടകങ്ങളുണ്ട്? യെസ് ദിവ്യ, ടീം ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങളുള്ളത് വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് തൊട്ട് മുന്നിലാണ്. ടീം അംഗങ്ങൾ രാവിലെ ഗ്രൗണ്ടിലെത്തി വാമപ്പ് ചെയ്യുകയാണ്. രണ്ട് ടീമുകളും സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കേരള ടീം ഉള്ളത്. വിദർഭയെ അവരുടെ മണ്ണിൽ പരാജയപ്പെടുത്തി ആദ്യമായി കിരീടം ഉയർത്താൻ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കേരള ടീം അംഗങ്ങൾ പങ്കുവെക്കുന്നത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുമായി സംസാരിച്ചിരുന്നു. പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ് ടീം ഇറങ്ങുന്നത്. വളരെ കരുത്തരാണ് വിദർഭ. പക്ഷെ അതിനെ മറികടക്കാൻ കേരളത്തിന്റെ കോൺഫിഡൻസിന് കഴിയും, ആത്മവിശ്വാസത്തിന് കഴിയുമെന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അനുകൂലമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം നമ്പർ മുതൽ അക്ഷയ് ചന്ദ്രൻ മുതൽ എൻ ബേസിൽ വരെയുള്ള കേരളത്തിന്റെ താരങ്ങൾ മികച്ച രീതിയിൽ ബാറ്റ് വീശുന്നു, കൺസിസ്റ്റന്റ് ആയി ബാറ്റ് വീശുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബൗളിങ്ങിലും കേരളത്തിന് സ്ഥിരതയാർന്ന പ്രകടനം കേരളത്തിന്റെ ബൗളർമാർ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം ടീമിനുണ്ട്. 1-2 മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ഡൗണിൽ 1 ഡൗണിൽ 3-ാം നമ്പറിൽ കളിക്കുന്ന ബാറ്റർ ഒരു പക്ഷേ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. കാരണം 2 തവണ കഴിഞ്ഞ ക്വാർട്ടറിലും സെമിയിലും നിർണായക മത്സരങ്ങൾ ഈ 2 പൊസിഷനിലും ഷോൺ റോജറും വരുൺ നായനാരുമായിരുന്നു ഇറങ്ങിയിരുന്നത്. പക്ഷേ വേണ്ടത്ര ഒരു റൺസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നില്ല, 3-ാം നമ്പറിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മധ്യനിരയിൽ നിന്ന് ഏതെങ്കിലും ഒരു താരത്തിന് ഒരു മുകളിലേക്ക് കൊണ്ടുവന്ന് ബാറ്റ് ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു പേസ് ബോളർ കൂടി കളിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏതൻ ആപ്പിൾ ടോമോ അല്ലെങ്കിൽ ബേസിൽ തമ്പിയോ ഈ രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പക്ഷേ നറുക്ക് വീണേക്കാം. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള ടീം ഉള്ളത്. മത്സരം തുടങ്ങാൻ പോവുകയാണ്. 9 മണിക്കാണ് ടോസ് ദിവ്യ.